blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നിങ്ങൾക്ക് തുടർന്നും ഈ ബ്ലെസ്സിങ് ടുഡേ കാണാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഇതുവരെയുള്ള 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരെയും പ്രത്യേകിച്ച് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. വി ലവ് യു സോ മച്ച്. വി ആർ പ്രേയിങ് ഫോർ യു. ഗോഡ് വിൽ കണ്ടിന്യൂ ടു ബ്ലെസ് യു. നമുക്ക് ചേർന്നത്തെ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വലിയ കർത്താവ്, ഞങ്ങൾ ചേർന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിൻ്റെ മകളുടെ ബർത്ത്ഡേ ആണല്ലോ കർത്താവേ. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. സകലവിധ ബർത്ത്ഡേ ബ്ലെസ്സിങ്സും കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ തൈറോയിഡ്, കൊളസ്ട്രോൾ, BP, ഡയബറ്റീസ്, ആർത്രൈറ്റിസ് തുടങ്ങിയ എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, ഈ നിൻ്റെ മകളുടെ മേൽ ആത്മീയ അനുഗ്രഹങ്ങളാൽ അങ്ങ് ചൊരിഞ്ഞ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിലെ നന്മകളാൽ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 4 സഹോദരിമാർക്ക് അവരുടെ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആരോഗ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനം കർത്താവ് കൊടുക്കണമേ. അതുപോലെ കർത്താവ് അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായും പ്രാർത്ഥിച്ച് ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. അടുത്ത സ്പോൺസർക്കായി പ്രാർത്ഥിക്കുന്നു. തടിയൂരിൽ നിന്നുള്ള ഏബ്രഹാം മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്നെയും തൻ്റെ ഭാര്യ സൂസമ്മ മാത്യുവിനെയും അങ്ങ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അവർ ഇന്ന് നേരിടുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെ കർത്താവെ സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആരോഗ്യവും അതുപോലെ കർത്താവ് നല്ല വിദ്യാഭ്യാസവും നൽകി ഏറ്റവും അനുഗ്രഹിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Today I'm going to speak to you about a very special principle that is mentioned in the Holy Scriptures. ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ പരാമർശിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. And the title of today's message is Resting in the Lord. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇതാണ്, കർത്താവിൽ വിശ്രമിക്കുക. Hallelujah. Hallelujah. Everybody say resting in the Lord. എല്ലാവരും ഒന്ന് പറയാമോ? കർത്താവിൽ വിശ്രമിക്കുക. പറഞ്ഞാലോ? ഒരിക്കൽ കൂടെ പറയാമോ? Resting in peace, rest in peace, but this rest is not after death. This resting in the Lord you experience here while we are on earth. ഞാൻ പറഞ്ഞ റെസ്റ്റിംഗ് ഇൻ പീസ് അല്ലെങ്കിൽ കർത്താവിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞത് മരിച്ചു കഴിയുമ്പം കല്ലറയ്ക്കകത്ത് എഴുതി വെക്കുന്ന RIP അല്ല, റെസ്റ്റ് ഇൻ പീസ് അല്ല. അത് മരണത്തിന് ശേഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വിശ്രാമമുണ്ട്, കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിശ്രാമം. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. Hallelujah. Hallelujah. As children of God, we should learn how to rest in Him.
ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കർത്താവിൽ വിശ്രമിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നാം പഠിച്ചിരിക്കണം. When God works for us, we can relax. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ വിശ്രമിക്കാനായിട്ട് സാധിക്കും. Life with Jesus is not a struggle. ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ പ്രയാസമൊന്നുമില്ല. We can rest and relax in the Lord. കർത്താവിൽ നമുക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനും സാധിക്കും. At the same time, life without Jesus is a severe struggle. എന്നാൽ ക്രിസ്തുവില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഗൗരവപരമായ ഗുരുതരമായ പ്രശ്നത്തിലായിരിക്കും. Hallelujah. Hallelujah. A life without Jesus will be stressed out, worried, full of anxieties. ക്രിസ്തുവില്ലാത്ത ഒരു ജീവിതം എന്നുള്ളത് അത് എപ്പോഴും പ്രശ്നങ്ങളാൽ നിറഞ്ഞതും ആകുലതകളുള്ളതും ടെൻഷനുള്ളതുമായ ഒരു ജീവിതമായിരിക്കും. When we go through the biblical history, ദൈവത്തിന്റെ വചനത്തിനകത്തുള്ള ചരിത്രത്തിലൂടെ നാം പോയാൽ we can find out one thing. നമുക്കൊരു കാര്യം അവിടെ കാണാൻ സാധിക്കും. God did so many great things when people were sleeping. ഓർക്കുക, മനുഷ്യൻ ഉറങ്ങിയപ്പോഴൊക്കെ ദൈവം തമ്പുരാൻ വലിയ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. For example, in Genesis 2, ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം തന്നെ God created everything. ദൈവം എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചു. God created Adam. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. Then after his creation, God caused all the beasts in the field and the birds in the air to pass in front of him. ആ എല്ലാത്തിനും സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് ആ ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളെയും ആദാമിന്റെ മുൻപിലൂടെ താൻ കടത്തിവിട്ടു. And God was looking how Adam would name each species. എന്നിട്ട് ദൈവം തമ്പുരാൻ നോക്കി എങ്ങനെയാണ് ആദാം ഓരോ വർഗ്ഗങ്ങൾക്കും ഓരോ ജീവജാലങ്ങൾക്കും പേരിടുന്നത് എന്ന് ദൈവം തമ്പുരാൻ നോക്കിക്കൊണ്ടിരുന്നു. And Adam called each beast and each bird with a particular name, and that was its name. അങ്ങനെ ഓരോ പ്രാണിക്കും ഓരോ പക്ഷിക്കും ആദാം പേരിട്ടു. ആ പേര് പ്രത്യേകമായി ഓരോ പേരിട്ടു. But when this process was going on, ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ Adam also was looking for a helper for him among all the beasts and all the birds. ഈ പ്രാണികളുടെ കൂട്ടത്തിലും ഈ പക്ഷികളുടെ കൂട്ടത്തിലും ഈ ജീവജാലങ്ങളുടെ കൂട്ടത്തിലും ആദാം തനിക്ക് പറ്റിയ ഒരു കൂട്ടാളിയെ കൂടെ താൻ തിരഞ്ഞുകൊണ്ടിരുന്നു. But he utterly failed. എന്നാൽ അത് കണ്ടെത്തുന്നതിൽ താൻ അമ്പേ പരാജയപ്പെട്ടു. He could not find out any helper among all the animals and birds. ആ കൂട്ടത്തിൽ നിന്ന് തന്റെ സഹായിയായ ഒരു കൂട്ടാളിയെ കണ്ടെത്തുവാൻ ആദാമിന് സാധിച്ചതേയില്ല. Then God caused Abraham to have a deep sleep. പിന്നീട് നാം വായിക്കുന്നു, ദൈവം ആദാമിന് ഒരു ഗാഠനിദ്ര വരുത്തി. While he was sleeping, ആദാം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, everybody say while he was sleeping. എല്ലാവരും ഒന്ന് പറയാമോ, ആദാം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ. 4 പേരോട് പറഞ്ഞു, ആദാം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ. ആദാം ഉറങ്ങിക്കൊണ്ടിരുന്ന, കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, ആദാം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ. പുറകിലിരിക്കുന്ന ആളോടൊന്ന് പറയാമോ, ആദാം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ. God took one of his ribs, ദൈവം ആദാമിന്റെ ഒരു വാരിയെട് വലിച്ചൂരി and made it into a woman. എന്നിട്ട് അതിനൊരു സ്ത്രീയുടെ രൂപത്തിലാക്കി തീർത്തു. And Adam had his wife. ഇപ്പോൾ ആദാമിന് ഒരു ഭാര്യയെ ലഭിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. He did not receive his wife when he was alive and when he was working hard searching for a mate. നോക്കുക, ആദാം അതിന്റെ തലേ ദിവസം വരെ വളരെ ശക്തിയോടെ താൻ കണ്ണു തുറന്നിരുന്ന സമയത്തോ താൻ വളരെ ജോലി ചെയ്തിരുന്ന സമയത്തോ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തോ തനിക്കൊരു ഭാര്യയെ ലഭിച്ചില്ല. But when he slept, എന്നാൽ താൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ God brought his wife to him. തന്റെ അടുക്കലേക്ക് ദൈവം തമ്പുരാൻ തന്റെ ഭാര്യയെ കൊണ്ടുവന്നു നിർത്തി. So this is my advice to all the young people. അതുകൊണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാരോടുള്ള എന്റെ ഉപദേശം ഇതാണ്. Don't hunt for life partners. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് വേട്ടയാടേണ്ട ആവശ്യമില്ല. For boys and girls. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും
കുട്ടികൾക്ക് വേണ്ടി പുറകെ നടക്കണ്ട. Just sleep. ഉറങ്ങിയാ മതി. God will bring your life partner. ദൈവം നിങ്ങൾക്കുള്ള പങ്കാളിയെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും. Genesis chapter 15. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് The story of Abraham. അബ്രഹാമിന്റെ കഥയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. God came down ദൈവം അവിടെ ഇറങ്ങി to വന്ന് cut a covenant with Abraham. അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ബന്ധം സ്ഥാപിക്കുകയാണ്. Abraham had no children in those days. ആ ദിവസങ്ങളിൽ അബ്രഹാമിന് മക്കളില്ലായിരുന്നു. But God came down and told him that God would be his great reward. അവിടെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് തന്നോട് പറയുകയാണ്, ഞാൻ അത്രേ അബ്രഹാമേ നിന്റെ മഹാപ്രതിഫലം എന്നുള്ളത്. And to establish all the blessings and rewards into his life, God wanted to cut a covenant. തന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും തന്റെ ജീവിതത്തിൽ സ്ഥാപിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് അബ്രഹാമുമായിട്ട് അവിടെ ഒരു ഉടമ്പടി ബന്ധം സ്ഥാപിക്കണമായിരുന്നു. Are you listening to me? എത്ര പേര് ഇന്ന് ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്? God asked Abraham to bring some animals and some birds. ഇവിടെ അബ്രഹാമിനോട് ആ ഉടമ്പടി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ദൈവം അബ്രഹാമിനോട് ചില പക്ഷികളെയും ചില മൃഗങ്ങളെയും തന്റെ മുൻപിൽ കൊണ്ടുവരുവാനായി താൻ ആവശ്യപ്പെട്ടു. And God asked them to split them into halves. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് ആ മൃഗങ്ങളെയും പക്ഷികളെയും രണ്ടായി പിളർന്ന് തന്റെ മുൻപിൽ വെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. Then God asked them to put the halves in the opposite sides, one against the other. എന്നിട്ട് ഈ രണ്ട് ഭാഗങ്ങളെയും അതിന് വിപരീത ദിശയിൽ കൊണ്ടുവന്ന് വെക്കുവാനുമായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. Then God caused Abraham to have a deep sleep. അതിനുശേഷം ബൈബിൾ പറയുന്നു അബ്രഹാമിന് ദൈവം ഒരു ഗാഢനിദ്ര കൊടുത്തു. When Abraham was in the coma stage, അബ്രഹാം ഇങ്ങനെ അബോധാവസ്ഥയിൽ ഉറക്കത്തിലായിരിക്കുമ്പോൾ here comes a smoking fire pot with a huge flame. ഇപ്പോൾ ഇത് വലിയ പുകപടലം പോലെ തീയുടെ അവസ്ഥയിൽ നിന്ന് ഒന്ന് ഇറങ്ങി വരികയാണ്. And it started moving among these halves. എന്നിട്ട് ഈ കണ്ട പക്ഷികളുടെ മൃഗങ്ങളുടെ ഇടയിലൂടെ ആ പുക പോലെയുള്ള തീഗോളം അതിനിടയിലൂടെ സഞ്ചരിക്കുകയാണ്. Then God pronounced the terms and conditions of the covenant. എന്നിട്ട് അതിനിടയിലൂടെ വന്നിട്ടുള്ള ആ ശക്തിയിൽ നിന്ന് ദൈവം തന്റെ നിയമങ്ങളും സംഹിതകളും താൻ അവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. Usually when a covenant is cut, both the parties should come together. സാധാരണയായിട്ട് ഒരു ഉടമ്പടി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന രണ്ട് കൂട്ടരും ഒരു സ്ഥലത്ത് സമ്മേളിക്കണം. And they would be taking the oath of the covenant together. എന്ന് മാത്രമല്ല ഈ രണ്ട് വ്യക്തികളും പരസ്പരം ചില പ്രതിജ്ഞകളൊക്കെ എടുത്തിട്ടാണ് ഉടമ്പടി ബന്ധം സ്ഥാപിക്കേണ്ടത്. But here one party is sleeping. എന്നാൽ ഇവിടെ നോക്ക്, രണ്ട് കൂട്ടർ ബന്ധം സ്ഥാപിക്കുന്ന ഒരാളിപ്പോൾ ഉറക്കത്തിലാണ്. Only God is pronouncing all the terms and conditions. എന്നിട്ട് രണ്ടുപേരും പ്രതിജ്ഞ എടുക്കുന്നതിന് പകരം ദൈവം തമ്പുരാൻ മാത്രമാണ് നിയമങ്ങളും പ്രതിജ്ഞകളും ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. Hallelujah. Hallelujah. And that was a great covenant, Abrahamic covenant in history. ഇത് എന്നുള്ളത് ചരിത്രത്തിലുള്ള ഏറ്റവും വളരെ അബ്രഹാമിന്റെ ഉടമ്പടി എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ഉടമ്പടിയാണ്. ബൈബിളിലെ ഉടമ്പടിയാണ് ആ ഭാഗത്ത് നാം വായിക്കുന്നത്. In a way, God was saying, Abraham, you are weak. I am the stronger partner. I will take care of everything about this covenant. അതിന്റെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവം തമ്പുരാൻ പറയാണ്, അബ്രഹാമേ നീ ഒരു ബലഹീനനാണ്, നീ ഉറങ്ങിപ്പോയിരിക്കുകയാണ്, സാരമില്ല, പക്ഷെ ഞാൻ ശക്തിമാനാണ്, അതുകൊണ്ട് നിനക്കും കൂടെ ചെയ്യാൻ പറ്റാത്തത് ഞാൻ അങ്ങ് ചെയ്തു തീർത്തേക്കാം. Hallelujah. Hallelujah. God did it when Abraham was sleeping. ഓർക്കുക, അബ്രഹാം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം ആ പണി ചെയ്തു, ആ ഉടമ്പടിയെ ചെയ്തു. Exodus chapter number 16. അതുപോലെ തന്നെ പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വന്നാലും millions of people of Israel were traveling through the wilderness. ഇപ്പോൾ ഇതാ ദശലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ ഇപ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. They had no food. അവർക്ക് ഭക്ഷണമില്ല. But God decided to give them food. എന്നാൽ ദൈവം അവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. When all the people were sleeping in their tents, അവരെല്ലാവരും തങ്ങളുടെ കൂടാരത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ God cooked manna in heaven and showered so that they could take it from their doorsteps. ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാവരും വീട്ടിൽ കിടന്ന് സകല സഹോദരിമാരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ പാചകം ചെയ്ത മന്ന അവരുടെ വീടിന്റെ ഉമ്മറത്ത് വീടിന്റെ മുൻപിൽ കൊണ്ടുപോയി കൊടുത്തു.
Can you shout a hallelujah? ഒരു ഹല്ലേലൂയ പറയാമോ? This is our God. അതാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. When we rest and when we relax, when we sleep, God moves. ഓർക്കുക, നാം വിശ്രമിക്കുമ്പോൾ, നാം വിശ്രാമത്തിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കാനായി തുടങ്ങും. Can you shout a big amen? ഒരു വലിയ ആമേൻ കൈകൾ ഉയർത്തി പറയാമോ? Acts chapter 12. ഇനി അപ്പസ്തോല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് വന്നാലോ, Peter was in prison. ഇവിടെ പത്രോസ് ഇപ്പോൾ കാരാഗൃഹത്തിലാണ്, ജയിലിലാണ്. The church was praying for him. ഇപ്പോൾ സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന But സമയം Peter was sleeping in the prison between two soldiers. ഇപ്പോൾ പത്രോസ് രണ്ട് പടയാളികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. And when he was sleeping, ഇപ്പോൾ പത്രോസ് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ God sent his angel to deliver him from out of the jail. ഇപ്പോൾ ദൈവം തന്റെ ദൂതനെ കാരാഗൃഹത്തിലേക്ക് അയച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. It was the deliverance of Peter happened not when he tried to break the jail, but when he was sleeping. ഓർക്കുക, പത്രോസിന്റെ ജയിലിൽ നിന്ന് താൻ മോചിതനായത് ഒരിക്കലും ജയിലടികളിലോ ജയിലിന്റെ ചുമരുകളിലോ ഇടിച്ചു പൊടിച്ചപ്പോഴല്ല, മറിച്ച് താൻ ഉറങ്ങിയപ്പോഴാണ് ദൈവത്തിന്റെ വിടുതൽ തനിക്കുണ്ടായത്. If you search through the Bible, നിങ്ങൾ ബൈബിളിലുടനീളം you പരിശോധിച്ചാൽ can find out many more examples like this. ഇതുപോലുള്ള വളരെ ഒത്തിരി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. God works when we rest. ഓർക്കുക, നാം വിശ്രമിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ക്ഷമസ് ശ്രീ സഹോദരിയുടെ പേര് ബ്രിജിത്ത് എന്നാണ്, ചെല്ലാനത്ത് നിന്നാണ് വരുന്നത്. 2012, 2013, 2014 ഈ 3 വർഷങ്ങളിൽ ഈ സഹോദരിക്ക് യേശു ചെയ്ത അത്ഭുതം പറയാനായിട്ടായിരുന്നു. ആദ്യമായിട്ട് 2012 ആദ്യമായിട്ടായിരുന്നു ഈ സഹോദരി ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്നത്. യാദൃശ്ചികമായിട്ട് ഒരു ദിവസം TV വെച്ചതാണ്. ആ സമയത്ത് ഈ സഹോദരിക്ക് ഒരു രോഗമുണ്ടായിരുന്നു. സഹോദരിയുടെ മൂക്കിലൂടെ തുടർമാനമായിട്ട് വെള്ളം വരുന്നൊരു രോഗമായിരുന്നു. സഹോദരി പറഞ്ഞു, ഞാൻ തല കുമ്പിട്ട് നിന്നാൽ എൻ്റെ കയ്യിൽ വെള്ളം നിറയും, രാത്രി കിടക്കാൻ ബെഡിൽ കിടന്നാൽ എൻ്റെ വായിൽ വെള്ളം നിറയും, നിൽക്കാനും ഒന്നിനും പറ്റത്തില്ല, രാത്രി കിടന്നുറങ്ങാനും സാധിക്കത്തില്ല. TV-യിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സഹോദരിക്ക് അറിയില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ ഉറക്കം വരാതിരുന്നപ്പോൾ യാദൃച്ഛികമായിട്ട് TV വെച്ചതാണ്. ആ സമയത്ത് പ്രാർത്ഥനയാണ് കണ്ടത്. ഡാമിയൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, മൂക്കിലൂടെ ധാരയായി വെള്ളം ഒഴുകുന്ന സഹോദരിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നത്, എങ്കിലും എനിക്ക് ആ രോഗമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മൂക്കിൽ കൈവച്ച് ദേവദാസനോട് കൂടെ ഞാൻ പ്രാർത്ഥിച്ചു. സഹോദരി പറയുന്നത്, അന്ന് മുതൽ, ആ നിമിഷം മുതൽ ഇന്ന് വരെ എൻ്റെ മൂക്കിൽ വെള്ളം വന്നിട്ടില്ല. ഹല്ലേലൂയ. തുടർമാനമായിട്ട് അന്ന് മുതൽ ഡെയിലി ഈ സഹോദരി ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ ഇടത് കാലിൻ്റെ ഉപ്പുറ്റിയിൽ എല്ല് വളരുന്ന ഒരു രോഗം വന്നു. എല്ലിൻ്റെ ആ ഗ്രോത്ത് കാരണം ഈ സഹോദരിയുടെ കാലിൻ്റെ ഉപ്പുറ്റിക്ക് നല്ല വേദനയായിരുന്നു. അടുത്തുള്ള കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു, എൻ്റെ കാലിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അവർ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. സഹോദരിക്ക് ഈ ഹോസ്പിറ്റലിൽ പോകാനും അവിടുന്ന് മരുന്ന് കഴിക്കാനൊക്കെ പേടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഡാമിയൻ ബ്രദർ പ്രാർത്ഥിച്ചു, ഉപ്പുറ്റിയിൽ എല്ല് വളരുന്ന രോഗമായിട്ടിരിക്കുന്ന വ്യക്തിയെ യേശു തൊടുന്നു, ഇപ്പോൾ സൗഖ്യമാകുക എന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞു, അതിനുശേഷം അതുവരെ വളർന്നു നിൽക്കുന്നത് ഇപ്പോഴും അവിടെയുണ്ട്, പക്ഷെ അതിനുശേഷം എല്ല് വളർന്നിട്ടില്ല, അതിനുശേഷം രോഗം, ആ വേദന ഉണ്ടായിട്ടുമില്ല. ഓ പ്രൈസ് ഗോഡ്. ആ ഭാഗത്ത് എല്ല് വളർന്നിരുന്നു, അത് മുഴച്ചിരിക്കണ എല്ലാം അങ്ങനെ. ഓക്കെ. വേദന ഇല്ല അവിടെ. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെയായിട്ട് വേദന ഉണ്ടായിട്ടില്ല. 1 വർഷമായി. ഇപ്പൊ 1 വർഷമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇതുള്ളപ്പോ എന്തൊക്കെയായിരുന്നു വേദന? രാത്രിയിലൊക്കെ ഭയങ്കര വേദന, കുത്തി വലിക്കണ പോലെ, കിടക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ വേദനയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വേദന ഉണ്ടായിട്ടില്ല. പ്രൈസ് ഗോഡ്. കർത്താവ് 2 സൗഖ്യത്തെ. മൂക്കിൽ നിന്ന് ഈ വെള്ളം വരുന്നു എന്ന് പറഞ്ഞത് അത് എന്ത് അസുഖമാണ്? എന്തായിരുന്നു അത് ആക്ച്വലി? അത് എന്താണെന്ന് അറിഞ്ഞൂടാ. കുറെ നാളുകളായിട്ട് വരുന്നുണ്ട് അങ്ങനെ. എത്ര നാളുണ്ടായിരുന്നു? 2-3 വർഷമായിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് അത് മാറിപ്പോയി. അത് അപ്പൊ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. ഹല്ലേലൂയ. ഒറ്റ നിമിഷം കൊണ്ടാണ് കർത്താവ് സൗഖ്യമാക്കിയത്. അതിനുശേഷം 2014 സഹോദരി പറഞ്ഞാൽ, എൻ്റെ മകൾ വിവാഹപ്രായമായി നിൽക്കുകയായിരുന്നു. കുറച്ച് സാമ്പത്തിക ഞെരുക്കമുള്ളത് കൊണ്ട് അവളുടെ വിവാഹം ഞങ്ങൾ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല പ്രപ്പോസലുകളും വന്നിട്ടും ഞങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ, അതിനുശേഷം എല്ലാവരും ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ സഹോദരിയും ഭർത്താവും മക്കളും ഒരുമിച്ച് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഡാമിയൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചത്: വിവാഹപ്രായമായി നിൽക്കുന്ന കുട്ടികളുടെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു ആ സമയത്തുള്ള പ്രാർത്ഥന. ഇവരൊരുമിച്ച് TV-യിലേക്ക് കൈനീട്ടി വെച്ച് പ്രാർത്ഥിച്ചു: കർത്താവെ, ഇവിടെയും ഒരു കുഞ്ഞ് വിവാഹം നടക്കാനായിട്ടുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കമുള്ളതുകൊണ്ട് കർത്താവെ സാധിക്കുന്നില്ല. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കണമേ എന്ന് ഇവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉണ്ടായ അത്ഭുതം എന്ന് പറയുന്നത്, ഇവർ പോലും അറിയാതെ പലരും ഇവരെ സഹായിക്കാൻ തുടങ്ങി. പണം വന്ന് കൊണ്ടു കൊടുക്കാൻ, വിവാഹ കാര്യങ്ങൾ ചെയ്യുവാൻ, എല്ലാത്തിനുമായി സഹായിച്ചു. സഹോദരി പറഞ്ഞു, അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചെലവില്ലാതെ ആ മകളുടെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുവാൻ ജനുവരിയിൽ സാധിച്ചു. പ്രൈസ് ഗോഡ്. കയ്യിൽ പണം ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല, പക്ഷെ ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിൽ കാശില്ലെങ്കിലും വാഗ്ദാന സമയത്ത് അത് നടന്നിരിക്കും. ഒത്തിരി പേര് കയ്യിൽ പൈസ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ദൈവം നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിക്കുക. കയ്യിലെ പണത്തിലേക്കല്ല നോക്കേണ്ടത്, വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ ഉണ്ടാക്കിയ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നത്. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ ആ ആകാശങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുയർത്തുമ്പോൾ ഇതുപോലൊരു സാക്ഷ്യം പറയാൻ കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ കർത്താവിന് പറയാമോ? കർത്താവേ, നിന്റെ നാമത്തിൽ കർത്താവ് ഈ മകൾക്ക് നീ കൊടുത്ത അനുഗ്രഹങ്ങൾക്കായി നന്ദി. ഇവരുടെ മകൾക്കും കൊടുത്ത അനുഗ്രഹത്തിനായി നന്ദി കർത്താവേ. എല്ലാ നന്മകൾക്കും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ കർത്താവേ, ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗത്താൽ പ്രയാസപ്പെടുന്നവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ലെപ്രസി, കുഷ്ഠരോഗത്തിൻ്റെ ചിലത് കണ്ടെത്തിയിട്ടുള്ള ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവർ പരിപൂർണമായും സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ശ്വാസകോശങ്ങൾക്ക് പ്രയാസമുള്ളവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. ഒത്തിരി വിടുതലുകളും അത്ഭുതങ്ങളും കർത്താവ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുക. കർത്താവെ, വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. യൂട്രസിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അടുത്ത സ്കാനിങ് റിപ്പോർട്ടിൽ അതില്ലാത്ത രീതിയിൽ, ഡിസപ്പിയർ ചെയ്യുന്ന രീതിയിൽ കർത്താവ് ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവറിയിലുള്ള ചില പ്രയാസങ്ങൾ, സിസ്റ്റുകളാകാം, എന്താണെങ്കിലും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ ഒരു വിടുതൽ ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ജീസസ്. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചില സഹോദരിമാർക്ക് ഫലോപ്യൻ ട്യൂബ് ഒന്ന് മുറിച്ചു കളഞ്ഞു, എന്നാൽ ഇനി സാധ്യത വളരെ കുറവാണ് എന്നൊക്കെ സംശയിക്കുന്ന ചിലർ വരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് അത്ഭുതകരമായ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ മാറട്ടെ. വിവിധ ക്യാൻസർ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ദൈവിക വിടുതലുകൾ ഇപ്പോൾ കർത്താവെ നീ എല്ലാവരിലും പകരുന്നതിനായി നന്ദി പറയുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. താങ്ക് യു ജീസസ്. തൊണ്ടയുടെ അകത്ത് എന്തോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി
നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അനന്ത സ്നേഹത്തിൻ്റെ കഥ എന്ന ഈ കൊച്ചു പുസ്തകം. യേശുവിലേക്ക് പുതുതായി വിശ്വാസത്തിൽ വരികയും അതിൽ വളരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ഈ പുസ്തകം വേണ്ടവർ അഡ്രസ്സ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് സൗജന്യമായി ഇത് അയച്ചു തരുന്നതായിരിക്കും. അതുകൂടാതെ ദിവസം തോറും നിങ്ങൾ കേൾക്കുന്ന സന്ദേശങ്ങൾ എഴുതുവാനുള്ള സർമൺ നോട്ട് കീപ്പർ എന്ന ഈ പുസ്തകം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ആവശ്യപ്പെടാം. തപാൽ മാർഗം നിങ്ങളുടെ വീടുകളിൽ അത് എത്തുന്നതായിരിക്കും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച നിലമ്പൂരും ശനിയാഴ്ച കോഴിക്കോടുമാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളും വീട്ടുകാരും അയൽപ്പക്കക്കാരും എല്ലാവരുമായിട്ട് വരണം. കർത്താവത്തിലൂടെ ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കും. എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഈ സമയത്ത് ഇതേ ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഈ പ്രോഗ്രാം നടക്കുന്ന കാര്യം പറയണം. കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ അന്യൂലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നേ ചേർക്കേണ്ടതിന് ക്രിസ്തു മരിക്കണം എന്ന് പറഞ്ഞത് ആര്? Who said that Christ should die to gather the scattered children of God? Options: A. യോഹന്നാൻ, B. അലക്സാണ്ടർ, C. ഹന്നാവ്, D. കയ്യഫാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.